ഹേയ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ കറികളെല്ലാം നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ വാഴയില വാട്ടിയെടുത്തിട്ട് അതിൽ കുറച്ച് ആവശ്യത്തിന് ചോറും പിന്നെ ബീൻസ് വറവെല്ലാം ഉണ്ടായിന്, അതും ഇട്ട്. പിന്നെ കറി ഒഴിച്ചിട്ടില്ല, കറി ലാസ്റ്റ് തിന്നുമ്പോൾ ഒഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒഴിച്ചിട്ടില്ല. പിന്നെ പൊതിച്ചോറിൽ ഒഴിക്കലില്ലല്ലോ. അപ്പം പിന്നെ മത്തി പൊരിച്ചത് ഒരു 3 വെച്ച് കൊടുത്ത്. പിന്നെ നല്ല പച്ചമാങ്ങ ചമ്മന്തി ഉരുട്ടയാക്കിയിട്ട് വെച്ച് കൊടുത്ത്. പിന്നെ നാരങ്ങ അച്ചാറും പിന്നെ എൻ്റെ സ്പെഷ്യൽ ഓംലേറ്റും ഉണ്ടായിന്, അതും ഒന്ന് വെച്ച് കൊടുത്ത്. ഒരു കുഞ്ഞതാണ്, അത് വെച്ച് കൊടുത്ത്. പിന്നെ ഇതെല്ലാം പൊതിഞ്ഞ്. അപ്പം പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ പൊതിയാണ് ചെയ്തത്, പേപ്പറിലൊന്നും പൊതിഞ്ഞിട്ടില്ല. ഇവിടെ പേപ്പർ വാങ്ങലും ഇല്ല, പേപ്പറും ഇല്ല. അപ്പം ഇതെല്ലാം പൊതിഞ്ഞിട്ട് നമ്മൾ പേരെല്ലാം എഴുതി വെച്ച് മാറിപ്പോന്നായിട്ട് ഓരോരോക്കെ കണക്കായ ചോറിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറേ സമയത്തിന് ശേഷം കാത്തിരുന്നിട്ടാണ് ഇത് തുറക്കുന്നത്, അതിൻ്റെ സന്തോഷമെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം പൊളിച്ച്. അപ്പം ഇതിൻ്റെ വാഴയിലേൻ്റെ ഒരു ടേസ്റ്റ് ഇറങ്ങാനും വേണ്ടി നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തേനെ. എന്നിട്ട് നല്ല വിശപ്പോടെ തിന്ന് കറിയും ഒഴിച്ചിട്ടുണ്ടായിന്. എന്നിട്ട് നല്ല ടേസ്റ്റോടെ അടിപൊളി എല്ലാം കൂട്ടിക്കഴിച്ച് തിന്ന് അടിപൊളിയേനു. എന്നിട്ട് കുറച്ച് ഓംലേറ്റും അച്ചാറും മാങ്ങച്ചമ്മന്തിയും വറവും മീൻ പൊരിച്ചും എല്ലാം കൂടിയിട്ട് ഒരു പിടി പിടിച്ച്. പിന്നെ കറിയിലൊരു ചെമ്മീൻ ഉണ്ടായിന്, അതും കൂട്ടി തിന്ന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം നല്ല വിശപ്പോടെ തിന്നുകൊണ്ട് നല്ല ഇതും ഉണ്ടായിന്, ടേസ്റ്റും ഉണ്ടായിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.